बारिशों में खुली चिंगारियां जाने क्या क्या लेके आती है हर लम्हा मुझ में यूं तुझे भर जाती है तन्हाइयाँ तन्हाइयाँ तन्हाइयाँ. ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. ലവ് ആക്ഷൻ ഡ്രാമയുടെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ജെക്കിയുടെ സെലീനയുടെയും ഒരു ഫുട്ടേജ് അല്ലെങ്കിൽ ചെറിയൊരു ക്ലിപ്പ് സ്പ്രെഡാവുകയും സോഷ്യൽ മീഡിയ സ്പ്രെഡാവുകയും അതിനി എന്ത് പ്രശ്നം വരുത്തും അല്ലെങ്കിൽ അവരെങ്ങനെ സോൾവ് ചെയ്യും എന്ന് അറിയാതെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എപ്പിസോഡ് നിർത്തിയത്, പ്രത്യേകിച്ച് ജെക്കെ. അപ്പോൾ നമുക്ക് ബാക്കി എപ്പിസോഡിലോട്ട് പോകാം, ബാക്കി സ്റ്റോറിയിലോട്ട് പോകാം. ഓ എൻ്റെ പൊന്നു തമ്പുരാനെ, ഏതവനാണോ ഇതൊക്കെ ഷൂട്ട് ചെയ്തേ? ഇനി നോക്കിക്കോ, ആ പൊട്ടി ഇതും എൻ്റെ തലയിലേക്ക് കൊണ്ട് വയ്ക്കും. എടാ, നീ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കാതെ ആ വീഡിയോ റിമൂവ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്ക്. എന്ത് വഴി? ഓൾറെഡി സ്പ്രെഡായ വീഡിയോ ഏത്. പെട്ടെന്ന് ജെക്കിയുടെ ഫോൺ റിങ് ചെയ്തു. ഹലോ, ആ പപ്പ വീട്ടിലോ? ഇപ്പോഴോ? ആ ഓക്കെ. എന്താടാ? ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് ചെല്ലാൻ. അയ്യോ, നിൻ്റെ പപ്പ എല്ലാം അറിഞ്ഞിരിക്കുമോ? അറിഞ്ഞെന്നാണ് തോന്നുന്നത്. ഷോ, പപ്പ എന്നോട് മുൻപേ വാൺ ചെയ്തതാണ്. ഞാനും സെലീനായിട്ടുള്ള പ്രശ്നം ഞാനായിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല, പപ്പയായിട്ട് പറഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന്. ഓ സുഭാഷ്, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ ആ സംഭവം പപ്പയുടെ പറഞ്ഞേക്കുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യാൻ? നീ വാ, നമുക്ക് പോയി നോക്കാം. അവർ ഇരുവരും ഉടൻ തന്നെ വീട്ടിലേക്കെത്തി. പപ്പ, എന്താടാ ഇത്? എന്നെ നീ കോമാളിയാക്കുവാണോ? അതോ ഞാനൊരു കോമാളിയാണെന്നുള്ള വിചാരം നിനക്കുണ്ടോ? നോ പപ്പ, എന്തൊക്കെയായി പറയുന്നേ? പിന്നെ നീ എന്തൊക്കെയാണ് ഈ കാണിച്ച് വെച്ചിരിക്കുന്നത്? നിൻ്റെ ഏത് വീഡിയോ പുറത്ത് വന്നതെന്ന് നീ കണ്ടോ? എന്താടാ നീ അതിൽ പറഞ്ഞിരിക്കുന്നത്? സ്റ്റിൽ ഐ ആം ഇൻ ലവ് വിത്ത് യു. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? പപ്പ, ഞാനിത് പപ്പയോട് നേരത്തെ പറയേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ പേടിച്ചിട്ടാണ് പറയാതിരുന്നത്. എന്താ സംഭവം? ഇനിയെങ്കിലും നീ അത് പറയുന്നോ, അതോ ഇനിയും ഞാനത് മറ്റാരോടെങ്കിലും വായെന്നറിയണോ? ഇല്ല പപ്പ, ഞാൻ പറയാം. സോറി, ഞാൻ ആള് മാറി ചെയ്തതാ. ഐ എം റിയലി സോറി. നീ ഏതാ? ഇനി മേലെ ഇമാതിരി മണ്ടത്തിലാവത്തിരിക്കുക. യു ഗെറ്റ് ഇറ്റ്? സെലീന. എന്താ സെലീന? നിനക്ക് ഒച്ചയില്ലേ? ആമ്പിള്ളേരെ നല്ല കൈക്കരുത്തുണ്ടല്ലോ, ആ പറഞ്ഞ ശബ്ദമില്ലാത്തത്. സോറി ഏട്ടാ, ഇന്നലെ ആളെ വരുമ്പോൾ കുറഞ്ഞൊരു 4 എണ്ണം കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാവൂ. അതെന്താ? ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി, കേട്ടല്ലോ? അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ സീനിയർ ചേട്ടന്മാർക്ക് വേണ്ടി മോൾ അവൾ ഇതുപോലുള്ള പാട്ടിനൊന്നും ഡാൻസ് കളിക്കും എക്സ്ക്യൂസും ഇല്ല, നീ കളിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ കളിക്കുന്ന ആവട്ടം അത് നിർത്തിയിട്ട് നീ ഞാൻ പറഞ്ഞത് ചെയ്യും. അങ്ങനെ അവൾ ചെയ്യുന്നില്ലെങ്കിലോ? ദേ ജീവ, കോളേജ് ചെയർമാനാണെന്നുള്ള മുമ്പ് നീ എന്നോട് കാണിക്കരുത്. ഞാനാണ് നടക്കാൻ. ഓക്കെയോ? ഇനി നിന്നെ ഇവിടെ ആരും ശല്യം ചെയ്യില്ല. ജീവ, സ്റ്റോപ്പ് ഇറ്റ്. നോക്കൂ ജീവ, ഇനി നിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ എൻ്റെ മകനാണെന്നുള്ള പരിഗണന ഞാൻ തരില്ല. ബിസിനസ് അടിച്ച് കൈ തരാം ഞാൻ. മാം, ഇന്ന് നടന്ന അടി അത് ഞാൻ കാരണം ഉണ്ടായത്. ഇതാണല്ലേ ഒളിച്ചും പത്തും പരിപാടി? സോറി ചേട്ടാ, അറിയാതെ സംഭവിച്ചു. ഇന്ന് രാത്രി 12 മണിക്ക് തന്നെ എൻ്റെ വിഷയം എനിക്ക് കിട്ടിയിരിക്കണം. ഓക്കെ? അത് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി ബർത്ത്ഡേ. സീരിയസ് ഒന്നുമില്ല ചേട്ടൻ. എൻ്റെ ഫോട്ടോ ഗ്രൂപ്പിലിടുന്ന ഭയാനക ഒരാളെ നമ്മുടെ ഹോസ്റ്റലിൽ ആരോ കയറിയിട്ടുണ്ട്. കയറിയത് ആരോ കണ്ടെന്ന് തോന്നുന്നു. തന്നെ ഞാൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കാം.
സെലിൻ, ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം, നീ വിഷമിക്കേണ്ട. നീ എന്താ റൂമിൽ മാത്രമേ ഡാൻസ് കളിക്കൂ? എങ്കിൽ നീ ഇന്ന് രാത്രി എൻ്റെ റൂമിലേക്ക് പോരും. ജനിപ്പിച്ച ജീവ, ഞാൻ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്തത്. എന്താ പെൺപിള്ളേരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കാരുടെ അനുഭവം തന്നെ? എന്താ നിന്റെ കുഴപ്പം? എനിക്കവളെ ഇഷ്ടമാണ്. അവളെ എനിക്ക് തന്നെ വേണമെന്നാ. നീ ശല്യം ചെയ്യുവാണെന്ന് പറഞ്ഞ് സെലീനയുടെ ഒരു കംപ്ലൈൻറ്റ് എൻ്റെ മുന്നിൽ. ഇറ്റ് വാസ് എ റൂമർ. അതൊരു ഗോസിപ്പ് മാത്രമാണെന്ന് പറയാം. ആക്ച്വലി അതിൽ പകുതി സത്യമില്ലാതെ എനിക്ക് തന്നെ ഇഷ്ടമാണ് ജീവ. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഞാൻ പ്രണയത്തിന് വിവാഹത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. എനിക്കതിന് താല്പര്യം. ഐ എം സോറി. സംസാരിച്ചോ? തനിക്ക് പ്രതീക്ഷ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴെങ്കിലും നിന്റെ അഭിപ്രായത്തിൽ മാറ്റം വരുവാണെങ്കിൽ എന്നെ അറിയിക്കും. കോളേജ് ഫെയർവെൽ ഡേക്ക് ഞാനും നീയും തമ്മിൽ ഡാൻസ് ചെയ്യുന്നുണ്ടോ? എനിക്ക് തൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യാൻ താല്പര്യമില്ല. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഇറ്റ്സ് മൈ ലാസ്റ്റ് വിഷ്. അവൾ വരും. എവിടെ? വരേണ്ട സമയം കഴിഞ്ഞു. ഇവിടെ പ്രോഗ്രസ്. അവൾ വരാതിരുന്ന പിന്നെ നാണക്കേടാം കേട്ടോ. ആൻ്റണിയും കൂട്ടരൊന്ന് പണി വേണം. അത് നിന്റെ പ്രോഗ്രാം. ഞാൻ കരുതി നീ വരില്ല. എനിക്ക് വരേണ്ടി. ഐ ലവ് യു സെലീന. ഡു യു ലവ് മീ? നോ. അന്ന് എന്നെ എൻ്റെ കൂട്ടുകാരെയും ആൻ്റണി നല്ലതുപോലെ നാണം കെടുത്തി. അവന്മാർ കാത്തിരുന്ന ചാൻസ് ആയിരുന്നു അത്. അപ്പോൾ അന്ന് സെലീന മതിൽ ചാടിയത് ക്യാമ്പസിനുള്ളിൽ പാട്ടാക്കിയതും അവരായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അന്നെനിക്ക്. നാണക്കേട് കാരണം അന്ന് രാത്രി ഞാൻ ഹോസ്റ്റലിലേക്ക് പോകാതെ വീട്ടിലേക്കാണ് പോയത്. എന്താ ഹോസ്റ്റലിൽ പോകാതെ എങ്ങോട്ടേക്ക് എഴുന്നള്ളിയത്? നാണക്കേടായിരിക്കും അല്ലേ? ഇതേ നാണക്കേട് തന്നെയാടാ നീ അവിടെ പഠിച്ചിരുന്ന അത്രയും വർഷം എനിക്കും. പ്രൊഫസറുടെ മകനാണ്, കോളേജ് ചെയർമാനാണെന്ന് പറഞ്ഞ് നീ അതിൻ്റെ ഒരു അല്പം മര്യാദയെങ്കിലും കാണിച്ചിട്ടുണ്ടോടാ? സത്യത്തിൽ നീ എന്തിനാ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്? അനാവശ്യമായി വഴക്കുണ്ടാക്കാനും തല്ലുണ്ടാക്കാനും. അല്ലാതെ നിന്നെക്കൊണ്ട് എന്ത് പ്രയോജനമാണ് ആ കോളേജിലുണ്ടായിട്ടുള്ളത്? അവസാനം എല്ലാത്തിനും പരിചയം ചേർത്ത് തന്നെ ഒരു പെണ്ണ് നിനക്ക് വേണ്ടി വന്നു. അവളാ മിടുക്കി. നിന്നെപ്പോലെ വലിയ അർജുൻ റെഡ്ഡി കളിച്ച് നടക്കുന്നവർക്ക് പറ്റിയത് അവളെപ്പോലത്തെ പെണ്ണാണ്. മമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ ഓൾറെഡി ഹാഫ് ബോയിലാണ് വന്നിരിക്കുന്നത്. വെറുതെ എന്നെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കരുത്. എനിക്ക് ദേഷിക്കടാ. ഇനി നിനക്ക് ദേഷ്യപ്പെടാനും തല്ലാനും ഞാൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നീ ദേഷിക്ക്. അല്ലെങ്കിൽ നിന്റെ ദേഷ്യം കാണാൻ ഏറ്റവും അർഹതപ്പെട്ടത് ഞാൻ തന്നെയാണ്. ഞാനാണല്ലോ നിന്നെ വളർത്തി ഇവിടം വരെ എത്തിച്ചത്. അമ്മ പ്ലീസ്, ഇനി കുറച്ച് സമാധാനം എന്താ? ഓ, ഞാൻ നിനക്കിപ്പോൾ സമാധാനക്കേടായല്ലേ? എങ്കിൽ നിനക്ക് സമാധാനം കിട്ടുന്നത് ചെല്ലടാ. നിന്റെ പപ്പയെ കണ്ടില്ലേ? ഒരു മോനുള്ളത് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് വളർന്നതെന്ന് പോലും അന്വേഷിക്കാതെ എപ്പോഴും ജോലി ഷൂട്ടിങ് വന്ന് അല്ലെങ്കിൽ തിരി നടക്കുന്നേ. അതുപോലെ നീയും ചെല്ലും. ഇനി ഞാൻ ഇവിടെ ഇരുന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഞാൻ പോവാ. നീ എവിടേക്ക് പോവാ? എനിക്ക് സമാധാനം കിട്ടുന്നിടത്തും. നീ എന്തായിരുന്നു വരുന്നില്ലെന്നല്ലേ പറഞ്ഞേ? പിന്നെന്തിനാ വന്നേ? വരേണ്ടി വന്നു. എന്താടാ വീട്ടിൽ വഴക്കായോ? നിങ്ങൾക്ക് എൻ്റെ മമ്മയുടെ സ്വഭാവം അറിയില്ലേ? എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ഒരുപാട് ഒച്ചപ്പാടായപ്പോൾ ഞാനിങ്ങ് ഇറങ്ങിപ്പോന്നു. പക്ഷെ നീ ഇന്ന് വരേണ്ടിയില്ലായിരുന്നു. അവന്മാരുടെ കളിയാക്കലിൽ നിന്ന് ഞങ്ങൾ ഒരു കണക്കിന് രക്ഷപ്പെട്ടത്. സത്യത്തിൽ അവന്മാർ നിന്നെയാണ് നോക്കിയിരിക്കുന്നത്. ഇരിക്കട്ടെ, കളിയാക്കുന്നത് കളിയായിക്കോട്ടെ. കഴിഞ്ഞല്ലോ എല്ലാ കളിയാക്കലും. ഇതോടുകൂടി ഞാൻ ഹോസ്റ്റലിൽ നിന്ന് എൻ്റെ തിങ്സൊക്കെ പാക്ക് ചെയ്യാൻ കൂടിയാണ് വന്നത്. പക്ഷെ എന്നാലും എൻ്റെ പൊന്നളിയാ, നമുക്കിന്ന് ഇങ്ങനൊരു തിരിച്ചടി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിനൊരു ഡോസ് അവൾക്ക് കൊടുക്കേണ്ടതായിരുന്നു. എന്തിന്? നടക്കേണ്ടതൊക്കെ നടന്നു, കഴിയേണ്ടതൊക്കെ കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതങ്ങനെ ചുമ്മാ തള്ളിക്കളയേണ്ട കാര്യമാണോ? ഈ 4 വർഷം നമ്മൾ ആ കോളേജിൽ എങ്ങനെയായിരുന്നു? രാജാക്കന്മാരെ പോലെയായിരുന്നു. പക്ഷെ അവസാനം കണ്ടില്ലേ? നാണം കെട്ട് തലം താഴ്ത്തി. നിന്നെ മുമ്പ് പ്രൊപ്പോസ് ചെയ്ത പെൺകുട്ടികളെ നിന്നെ ഇന്ന് കളിയാക്കി. അത്ര നാണക്കേടായിപ്പോയി. ഇതിലും ഭേദം അവൾ വരാതിരിക്കലായിരുന്നു. അവൾ വന്നില്ലെന്നുള്ള ദോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും നാണക്കേട് വരില്ലായിരുന്നു. അവൾക്കൊരു കള്ളമൊന്നിലും പറഞ്ഞുവിടാഞ്ഞടാ. ഡാ മതി. എനിക്ക് മനസ്സിലായി നിൻ്റെ രോഷവും ദേഷ്യവും എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? എന്താ ചെയ്യാൻ കഴിയാത്തത്? നീ ഒന്ന് വിരൽ ഞൊടിച്ചാൽ മതി. ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുക? നിങ്ങൾക്കതാ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ?
അത് വിട്ടേക്ക്. അങ്ങനെ വിടാൻ പറ്റുന്നില്ലടാ. പിന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. എന്നെ വിട്ടേക്ക്. എനിക്ക് കുറച്ച് സമാധാനം വേണം. വാടാ, അവൻ്റെ സമാധാനത്തിൽ നമ്മൾ വെറുതെ കളയണ്ട. കുറച്ച് കഴിഞ്ഞ് ജീവ ഫ്രണ്ട്സിൻ്റെ റൂമിലേക്ക് വന്ന് നോക്കിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. ഒരാൾ മാത്രം അവിടെ ഇരിക്കുന്നത് കണ്ടു. ബാക്കിയുള്ളവരൊക്കെ എവിടെയാടാ? അളിയ, അത് പറയടാ, ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അവരൊക്കെ സെലീനയുടെ വീട് അന്വേഷിച്ചിറങ്ങിയതാ. എന്തിന് അറിയില്ലടാ. അവന്മാരെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ എന്നും പറഞ്ഞു ജീവ അവിടെ നിന്ന് സെലീനയുടെ വീട്ടിലേക്ക് പാഞ്ഞു. എനിക്ക് അവളുടെ വീട് പോലും നേരച്ചോ അറിയില്ലായിരുന്നു. എപ്പോഴും അവളുടെ കസിൻ പറഞ്ഞ ഓർമ്മയിൽ എങ്ങനെ തപ്പിപ്പിടിച്ച് ഓടി ചെന്നപ്പോൾ കണ്ടത് അവരേതോ ഒരാളെ ഉപദ്രവിക്കുന്നതാ. ഞാൻ അപ്പോൾ തന്നെ അവരെയും വിളിച്ച് തിരികെ ഹോസ്റ്റലിലേക്ക് വന്നു. പിന്നീട് നീ അതിനുശേഷം സെലീനയെ കണ്ടിട്ടേ ഇല്ല? നേരിൽ കാണുന്നത് ഇപ്പോഴാണ്. അന്നേരം ആരെയാ തല്ലിയത്? അവളുടെ അച്ഛനെ പറ്റിയാണോ? ഏയ്, അവൾക്ക് അച്ഛനില്ല. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും വഴിപോക്കനായിരിക്കും. ആയിരിക്കും. എന്നാൽ ഇത്രയൊക്കെ മോൻ ചെയ്ത് വച്ചിട്ടാണല്ലോ നിനക്ക് അവൾ അറിയില്ല എന്ന് പറഞ്ഞത് അല്ലേ? സോറി പപ്പ. പപ്പയ്ക്ക് പെൺകുട്ടികളെ വിഷമിപ്പിക്കുന്ന ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞാൽ എന്നെ മോശമായിട്ട് കാണുമെന്ന് പേടിച്ചിട്ടാ. ശരിയാ, നീ കാണിച്ചത് കുറച്ച് മോശം തന്നെയാണ്. നീ എന്തുദ്ദേശത്തില്ല സ്റ്റേജിൽ കയറി അവളെ പരസ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്? എടാ, ഇതൊക്കെ സിനിമയിൽ കാണാൻ നല്ല രസം തന്നെയാണ്. പക്ഷെ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ കഥ മാറും. നമ്മൾ അവരുടെ ഭാഗം കൂടെ കൺസിഡർ ചെയ്യണം എപ്പോഴും. നിനക്കിഷ്ടം തോന്നി എന്നുള്ളത് കൊണ്ട് മാത്രം അവളെ നിന്നെ തിരിച്ച് ഇഷ്ടപ്പെടണമെന്ന് വിചാരിച്ചാൽ അത് ടോക്സിക് ആകില്ലേ? എടാ, നിനക്കറിയോ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കും ഉണ്ടായിരുന്നൊരു പ്രണയം. ഇതുപോലെ ഒരു വൺ സൈഡ് ലവ്. എൻ്റെ ധൈര്യക്കുറവുകൊണ്ട് എന്തോ ഞാൻ അവളോട് കുറേ നാൾ എൻ്റെ ഇഷ്ടം പറഞ്ഞതേയില്ല. പക്ഷേ ഒരിക്കലും സാഹചര്യം ഒത്തു വന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു. പക്ഷേ സെലീനയെ പോലെ അവളും ഒറ്റയടിക്ക് നോ പറഞ്ഞു. ബിക്കോസ് ഷീ വാസ് കമ്മിറ്റഡ്. അവൾ അവളുടെ ഭാഗം പറഞ്ഞു. ഞാനത് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. അതിനർത്ഥം എനിക്ക് അവളുടെ ഉള്ള ഇഷ്ടം കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ എൻ്റെ സ്നേഹത്തിൽ ആത്മാർത്ഥത ഇല്ലായിരുന്നോ എന്നൊന്നും അല്ല. ഞാൻ അവളുടെ ഡിസിഷൻ മാനിച്ചതാണ്. ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയെ കുറിച്ച് ഓർക്കാറുണ്ട്. ഓഹോ, അപ്പം അതാണല്ലേ കാര്യം. ഇപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് എന്നെ എപ്പോഴും ഇഗ്നോർ ചെയ്യുന്നതെന്ന്. ഇപ്പോഴും അവളെ വിചാരിച്ചത് നടപ്പല്ലേ? അയ്യോ കമല, ഞാനത് ചുമ്മാ പറഞ്ഞതാ. നീ പിണങ്ങല്ലേ? പൊക്കോണം. ഇനി മേലെ എനിക്ക് മുന്നിൽ വന്നേക്കരുത്. കള്ള ഡയറക്ടറെ. അയ്യോ കമല, നീ പോവല്ലേ. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കാൻ വേണ്ട, ഇനി ഒന്നും പറയാൻ വേണ്ട. ഇത്ര നാൾ ആ കാമുകനെ മനസ്സിൽ വെച്ചിട്ടാണ് നിങ്ങൾ എൻ്റെ കൂടെ ജീവിതമല്ലേ? എങ്ങനെ തോന്നി മനുഷ്യ? അയ്യോ കമല, ഞാനത് പറയുന്നത് കേൾക്ക്. ഞാനത് വെറുതെ പറഞ്ഞതാ. പപ്പയുടെ കാര്യത്തിൽ തീരുമാനമായി. നിന്റെ പപ്പ ഉള്ളതാണോ പറഞ്ഞത്, അതോ ബടായിയോ? ആർക്കറിയാം. സെലീന, കോളെടുക്ക്. ഹലോ, തനിക്ക് മതിയായില്ല? എന്നെ നാണം കെടുത്ത് എനിക്ക് മതിയായില്ല അല്ലേ? ഇനി തനിക്ക് എന്താ വേണ്ടത്? തനിക്ക് എന്താ എന്നോട് ഇത്ര വൈരാഗ്യം? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എടി, ഒന്ന് അടങ്ങ്. നീ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതെല്ലാം എൻ്റെ തലയിൽ കൊണ്ട് വയ്ക്കുന്നതിൻ്റെ കാരണമാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇതൊന്നും ഞാൻ അറിഞ്ഞതല്ല. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല നിന്നോട് ആ സമയം സംസാരിക്കാനും വന്നത്. അതൊരു ഹിഡൻ ക്യാമറയാണ്. നിനക്ക് കണ്ടത് മനസ്സിലായില്ലേ? ഏത് ക്യാമറ ആയാലും എന്താ, ഇതെല്ലാം താൻ കാരണമാണ് സംഭവിച്ചത്. ഓക്കെ, ഞാനങ്ങനെ സമ്മതിച്ചാൽ നിൻ്റെ നെഞ്ചിലെ കല്ലിറങ്ങുമെങ്കിൽ ഞാനങ്ങ് സമ്മതിച്ചു തരാം. ഇതെല്ലാം ഞാൻ കാരണമാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഇതിന് പരിഹാരം ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാം. ഓക്കെ, നീ ഇപ്പോൾ ഫോൺ വെച്ചിട്ട് പോ. എന്തൊരു പെണ്ണാടാ ഇവള്. ഇവൾക്ക് ഇതിന് മാത്രം എന്നോട് ഇത്ര ദേഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. പുല്ല്, സ്നേഹിച്ചു പോയി. ഞാൻ ചൂട്ട് കൂട്ടിയേനെ അവളെ. അവൾ എന്താ പറഞ്ഞത് അതാദ്യം പറ. എന്തൊക്കെയാ ബ്ലാ ബ്ലാബെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാലും നീ പറഞ്ഞതുപോലെ അവൾക്ക് എന്താണ് നിന്നോട് ഇത്ര ദേഷ്യം?
അതിനത് ദേഷ്യമല്ലല്ലോ, ഈഗോയാ, വെറും ഈഗോ. അന്ന് നിനക്ക് അങ്ങനെ തോന്നും? എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. മുൻപ് കോളേജിൽ വെച്ച് ഞാൻ അവളോട് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം അവൾ ചെയ്തിട്ടുമുണ്ട്, യാതൊരു മടിയുമില്ലാതെ. ചെയ്യാതെ വെറുതെ ഇഗ്നോർ ചെയ്യാൻ വരുന്ന കാര്യങ്ങളായിരുന്നിട്ട് കൂടി അവളത് ചെയ്തു. ആ സമയം ഞാൻ കരുതിയത് ഷീസ് എ ഡംബ്, ലൈക്ക് ഒരു പൊട്ടിപ്പെണ്ണു, അവൾ ആരെന്ത് പറഞ്ഞാൽ അനുസരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അത് ആൻ്റണിയിലേക്ക് എത്തിയപ്പോൾ അങ്ങനെ അല്ലാതായി. അവൾ അവനെതിരെ റിയാക്ട് ചെയ്തു, അവനെതിരെ സംസാരിച്ചു, അതും എനിക്ക് വേണ്ടി. ഇപ്പോൾ ഒരു പെൺകുട്ടി മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കാനും മറ്റൊരാൾ, അതൊരാണോ പെണ്ണോ, അയാൾ പറയുന്നതിന് കൺസിഡർ ചെയ്യാനും തുടങ്ങിയാൽ അതിനർത്ഥം അവളുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനമുണ്ടെന്നാണ്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തത്. ബട്ട് പ്രപ്പോസ് ചെയ്ത നിമിഷം മുതൽ അവൾ ആകെ മാറി. ഒരു മുൻകരുതൽ എന്നോണം അവൾ എന്നോട് സംസാരിക്കാതായി. ഇപ്പോഴും ആ ഒരു അകൽച്ച കീപ്പ് ചെയ്യുന്നുമുണ്ട്. ബട്ട് സ്റ്റിൽ എൻ്റെ മനസ്സ് പറയുന്നത് അവൾക്ക് എന്നെ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, എന്നെ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് അവൾ എന്തോ ഒന്ന് തടയുന്നു എന്നാണ്. ചിലപ്പോൾ അത് ഈഗോ ആയിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതും അല്ലെങ്കിൽ അവൾ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഈഗോ വെച്ച്. മറക്കാനോ? മറക്കാനല്ലടാ, മറയ്ക്കാൻ. എന്ത് മറയ്ക്കാൻ? അതറിയായിരുന്നെങ്കിൽ ഞാൻ നിന്നോടത് പറയില്ലായിരുന്നു. അവൾ എന്താണെന്ന് നീ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തപ്പോൾ പറഞ്ഞത്? ഇഷ്ടമായില്ല എന്നാണോ? ഇഷ്ടമല്ല എന്നല്ല, ഇൻട്രസ്റ്റ് ഇല്ല. അതായത് പ്രണയിക്കാനും വിവാഹം കഴിക്കാനും ഇൻട്രസ്റ്റ് ഇല്ല. വിവാഹം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, വിവാഹം കഴിക്കാനും താല്പര്യമില്ലെന്നാ അന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും റീസൺ കാണില്ലേ? എന്ത് റീസൺ? എടാ, ഇപ്പോഴുള്ള 90% പെൺകുട്ടികളുടെ നിലപാട് ഇതൊക്കെ തന്നെയാണ്. എന്ത്? വിവാഹം കഴിക്കാതിരിക്കലോ? ഈ സോഷ്യൽ മീഡിയ ഒന്നും കാണാറില്ലേ? പഠിച്ച് ജോലി സമ്പാദിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്ന മിക്ക പെൺകുട്ടികളുടെ ഡിസിഷൻ വിവാഹം വേണ്ടെന്നാ. അതെന്താ? ഐ ഡോണ്ട് നോ. മേ ബി അവർക്ക് ജീവിക്കാൻ ഒരാടിന് തുണ വേണ്ടാന്ന് കരുതിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ സ്വന്തമായി ജീവിക്കുന്നതിനിടയ്ക്ക് ഇനി അടുത്തന്നെ വിവാഹം കഴിച്ച് അവൻ്റെ എച്ചിൽ പത്രം കഴുകി അവൻ്റെ അണ്ടർവെയറും കഴുകി ജീവിക്കണമെന്ന് കരുതി കാണും. പക്ഷെ എന്താടാ, ഇങ്ങനെയൊക്കെ വിചാരിച്ചാൽ ജീവിക്കാൻ കഴിയുമോ? അവരിപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ വിചാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ അവരുടെ അമ്മമാർ വിചാരിച്ചിരുന്നെങ്കിൽ ഇവരൊക്കെ ഉണ്ടാവുമായിരുന്നോ? അതില്ല. പക്ഷെ നിനക്കൊരു കാര്യം അറിയാവോ? അവരെ കൊണ്ട് അങ്ങനെ ഡിസിഷൻ എടുപ്പിക്കുന്നതേ ഈ അമ്മമാരാ. അതങ്ങനെ? എടാ, ഈ അമ്മമാർക്കൊരു സ്വഭാവമുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ അവരുടെ മക്കളോട് അച്ഛൻ ചെയ്ത ഫിസിക്കൽ ടോർച്ചറും മെൻ്റൽ ടോർച്ചറും അച്ഛൻ്റെ വീട്ടുകാർ കൊടുത്ത മെൻ്റൽ ട്രോമയൊക്കെ കുറിച്ചൊക്കെ വാചാരയാകും. അതൊക്കെ കേൾക്കുന്ന പെൺകുട്ടികൾ ഇനി താൻ വിവാഹം കഴിച്ചാലും തനിക്ക് ഇതൊക്കെ തന്നെയല്ലായിരിക്കും അവസ്ഥ എന്നങ്ങ് ചിന്തിക്കും. അതുമാത്രമല്ല, ഒരുപാട് ടോർച്ചറുകൾ അനുഭവിച്ച അമ്മമാരാണെങ്കിൽ അവർ തീർച്ചയായും അവരുടെ പെൺമക്കളോട് ഒരു തവണയെങ്കിലും ഉപദേശിക്കും, നീയെങ്കിലും പഠിച്ച് സ്വന്തം കാലിൽ നിന്ന് ജീവിക്കുക, വല്ലവൻ്റെ ഇടി കൊണ്ട് ചാവാതെയെന്ന്. ഇടിയോ? എൻ്റെ മമ്മ എൻ്റെ പപ്പ ഒന്ന് അടിക്കാനായിട്ട് പോലും കഴിയുമെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. ബിക്കോസ് ഹീ ഈസ് എ പ്യുവർ ജെന്റിൽമാൻ. സ്ത്രീകളെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് നിൻ്റെ പപ്പയ്ക്കറിയാം. അതിപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. യു നോ സംതിങ്? വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ കമ്മിറ്റഡ് ആകാൻ പോകുന്ന പെൺകുട്ടികൾ തൻ്റെ പാർട്ട്ണറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും എന്നാൽ വിവാഹം കഴിഞ്ഞാൽ തനിക്കത് കിട്ടില്ലയോ എന്ന് ഭയക്കുന്നതായ ഒരൊറ്റ കാര്യമുള്ളൂ. എന്താണെന്നറിയോ? ഗസ്റ്റ് ചെയ്യും. ലവ്, കെയറിങ്. ഓ, അപ്പോൾ ക്യാഷ് ആയിരിക്കും കുന്തം. പിന്നെ നീ പറ, ഫ്രീഡം. ഫ്രീഡമോ? യെസ്. 10-20 വർഷം സ്വന്തം അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ജീവിച്ചവൾ ഒരുത്തൻ്റെ താലി വീടുന്നതിൻ്റെ പിറ്റേന്ന് ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുന്നിടത്ത് തീരും അവളുടെ ഫ്രീഡം. ഇനി അതിൽ തന്നെ ഞാനൊരു 1 വീക്ക് അമ്മയുടെ കൂടെ നിന്നോട്ടേ എന്ന് ചോദിച്ചു നോക്കും. നോ, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ കഴിയില്ല. ഐ കാണ്ട്. കല്യാണം കഴിഞ്ഞ് 1 മാസമേ ആയിരിക്കുള്ളൂ. അപ്പോൾ 20 വർഷം ഒപ്പം ജീവിച്ച അപ്പനും അമ്മയും കാണാതെ മാസങ്ങളോളം ഇരിക്കുന്ന പെൺകുട്ടികളുടെ അവസ്ഥയോ? നിനക്കറിയോ, ചില ആണുങ്ങളുണ്ട്, വിവാഹം കഴിഞ്ഞാൽ പിന്നെ അയാൾ ഒരിക്കലും അയാൾ പെണ്ണിൻ്റെ വീട്ടിൽ താമസിക്കത്തുമില്ല, ആ പെണ്ണിനെ താമസിക്കാൻ അനുവദിക്കത്തുമില്ല. അതിന് റീസൺ എന്താ പറയുന്നറിയോ? ആ വീട്ടിലെ ഫുഡ് ശരിയാവില്ല, ആ വീട്ടിലെ വെള്ളം എനിക്ക് ശരിയാവില്ല, ആ വീട്ടിലെ റൂം എനിക്ക് ശരിയാവില്ല, ആ വീട്ടിലെ ഉറക്കം എനിക്ക് ശരിയാവില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവൾക്ക് ഇതെല്ലാം ശരിയാവില്ലെങ്കിലും ആജീവനാന്തം അവൾ ആ വീട്ടിൽ തന്നെ താമസിക്കേണ്ടി വരും. ദാറ്റ് ഈസ് ദ ഡിഫറൻറ്റ്. കേൾക്കുമ്പോൾ നമുക്കിതൊക്കെ സില്ലിയായിട്ട് തോന്നും. പക്ഷെ പെൺകുട്ടികളെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ മാറ്ററാണ്. പക്ഷേ ഇതൊന്നും ആരും ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ അതിലെന്തെങ്കിലും പരിഹാരം കാണാനോ ശ്രമിക്കുകയില്ല. ബിക്കോസ്
ഷീ ഈസ് എ വുമൺ. ഞാൻ ഇത്രയ്ക്കൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. നീ ഇതൊക്കെ എങ്ങനെയാണ് ചിന്തിക്കുന്നേ? എനിക്കൊരു അമ്മ ഉള്ള കാര്യം നീ മറന്നുപോയി. എല്ലാവർക്കും ഡയറക്ടർ കിഷോറിനെ പോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടില്ലല്ലോ. അത് ശരിയാണ്. എൻ്റെ മമ്മ പപ്പ എപ്പോഴും കൂടെ ഇല്ല എന്നുള്ള പരാതി അല്ലാതെ മറ്റൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കാരണം എൻ്റെ മമ്മയ്ക്ക് പാരൻസിന് ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടതാണ്. സോ എൻ്റെ മമ്മയ്ക്ക് അമ്മയും അച്ഛനും ഹസ്ബൻഡും എല്ലാം പപ്പ തന്നെയാണ്. ശരി, അതുപോട്ടെ. നമുക്കിപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നീ എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്? ഐ ഹാവ് നോ ഐഡിയ. നമുക്കിത് ഫേക്ക് വീഡിയോ ആണെന്ന് പറഞ്ഞാലോ? ലൈക്ക് ഈ AI പോലെ. അതൊന്നും വർക്കൗട്ട് ആകില്ല. എന്താ പപ്പ, ആ വീഡിയോ കാണുന്നവർക്കറിയാം അത് ഫേക്കാണോ അത് ഏതെങ്കിലും ഒളിക്യാമറയിൽ പകർത്തിയതാണോ എന്ന്. അതുകൊണ്ട് വെറുതെ ഒരു വെള്ളപൂശലം നടക്കില്ല. പിന്നെ എന്ത് ചെയ്യണമെന്ന് പപ്പ പറയുന്നേ? എൻ്റെ മനസ്സ് പറയുന്നത് നമ്മളതങ്ങ് സമ്മതിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നാ. എന്ത് സമ്മതിക്കാൻ? നിങ്ങൾ തമ്മിൽ ഡേറ്റിങ്ങിലാണെന്ന്. ഡേറ്റിങ്ങിലോ? ആര്? എപ്പോ? ദേ പപ്പ, വെറുതെ വേണ്ടാന്ന് ഞാൻ പറയരുത്. ഇനി അവളങ്ങാനും അറിഞ്ഞ പിന്നെ തീർന്നു. എന്ത് തീർന്നു? നിങ്ങളായിട്ട് വരുത്തി വെച്ചതല്ലേ. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, സെറ്റിൽ കിടന്ന് നിങ്ങൾ രണ്ടാൾ അടി കൂടരുതെന്ന്, നിങ്ങൾ തമ്മിൽ സംസാരിക്കരുതെന്ന്. അവിടെ പോയി പാസ്റ്റെല്ലാം വിളമ്പാൻ പോയത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചത്. സോ ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചു. നിങ്ങൾ ഡേറ്റിങ്ങിലാണെന്ന് സമ്മതിച്ചാൽ അത് എൻ്റെ ഡ്രാമയ്ക്കും ഉപകാരം ചെയ്യും. TRP കൂടും, വ്യൂവേഴ്സ് കൂടും. പപ്പയുടെ സ്വന്തം മകൻ്റെ ജീവിതം വെച്ച് തന്നെ പപ്പയ്ക്ക് TRP കൂട്ടണമല്ലേ? പപ്പയ്ക്കൊരു പപ്പയാണോ പപ്പ? എന്താ പപ്പയ്ക്കൊരു കുഴപ്പം? പപ്പ, അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇപ്പം തന്നെ ഇതൊക്കെ ഞാനാ ചെയ്തെന്ന് പറഞ്ഞാൽ ഉറഞ്ഞു തുള്ളുക. ഇനി പപ്പ ഇങ്ങനെ കൂടി പറഞ്ഞാൽ പിന്നെ അവളെന്നെ നിലത്ത് നിർത്തില്ല. അയ്യോ എടാ, പെണ്ണുങ്ങളെ ഇങ്ങനെ പേടിക്കില്ലടാ. ആണുങ്ങളായ കുറച്ചൊക്കെ ധൈര്യം വേണം. എന്നിട്ട് നേരത്തെ ഒരാളെ അമ്മയെ കണ്ട് മുട്ടിടിക്കുന്നത് കണ്ടായിരുന്നു. അത് ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. ഓ, അപ്പം റൊമാൻറ്റിക് ആയതായിരിക്കും. ശരി, അത് പോട്ടെ. അമ്മയുടെ പിണക്കം മാറാൻ ആശാൻ എന്താ ചെയ്യേണ്ടി വന്നേ? പാത്രം കഴുകിയോ അതോ ഡിന്നർ പപ്പയുടെ സ്പെഷ്യലാക്കിയോ? അതൊന്നും അല്ലടാ. അവളുടെ 2 കയ്യിലെയും നെയിൽ പൊളിച്ച് അവൾ എന്നെ കൊണ്ട് ഇടിപ്പിച്ചത്. അവൾക്ക് എന്നോട് ഒരു കരുണയില്ലായിരുന്നു. പോട്ടെ, സാരല്ല. വെറുതെ പഴയ ഇല്ലാത്ത കാമിയെക്കുറിച്ച് അയവർക്കാൻ പോയതുകൊണ്ടല്ലേ. ഇനി ഇങ്ങനെയുള്ള ബടായി ഒന്ന് അടിക്കാണ്ടിരുന്നാൽ മതി കേട്ടോ. അത് ശരി. നിങ്ങൾ അപ്പനും മോനും കൂടി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കിക്കൊണ്ടിരിക്കാനാണോ പ്ലാൻ? ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തണ്ടേ? ഓയ്, ടെൻഷൻ മത്തില്ല. ഞാനൊരു പരിഹാരം കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഏത്? ഡേറ്റിങ്ങിലാണെന്ന് സമ്മതിക്കാനോ? അതൊന്നുമല്ല. ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ പുറത്തു വന്ന വീഡിയോ അത് ഒറിജിനൽ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഡ്രാമയുടെ ഭാഗമായിട്ടുള്ളൊരു സീനാണത്. ഷൂട്ടിങ്ങിനിടയ്ക്ക് നമ്മുടെ ക്രൂ മെമ്പേഴ്സിൽ ഒരാൾ തന്നെ ഷൂട്ട് ചെയ്ത ഫൂട്ടേജാണ് ലീക്കായത്. സോ ദയവ് ചെയ്ത് ആരും ആ ക്ലിപ്പ് ഷെയർ ചെയ്യരുതെന്നും അതോടൊപ്പം അത് ഒളിക്യാമറയിൽ പകർത്തിയ ആൾക്കാരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അറിയിക്കുന്നു. പോരെ, ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായാൽ പിന്നെ ആരും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുകയില്ല. കൂടാതെ ആ വീഡിയോ റിമൂവ് ചെയ്യാൻ നമ്മൾ സൈബർ സെല്ലിനൊരു കംപ്ലൈൻറ്റും കൊടുക്കുന്നു. എങ്ങനെയുണ്ട്? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. യെസ്, ഒരു പ്രൊഫസറുടെ ഐഡിയ ആണോ? സോ ഗുഡ് ആവാതിരിക്കില്ലല്ലോ. ഓ, ആൻറ്റിയുടെ ഐഡിയ ആണോ? അല്ല, അപ്പോൾ പിന്നീട് ആ ക്ലിപ്പ് ഡ്രാമയിൽ വന്നില്ലെങ്കിൽ വ്യൂവേഴ്സിന് സംശയം ഉണ്ടാവില്ലേ? സംശയിച്ചോട്ടെ. അത് ഓൾറെഡി ലീക്കായ വീഡിയോ ആയതുകൊണ്ട് ഡ്രാമയിൽ നിന്ന് നമ്മളത് ഒഴിവാക്കി, കഥയും ചേഞ്ചാക്കി. പ്രോബ്ലം സോൾവ്. വാവ് മമ്മ, യു ആർ ഗ്രേറ്റ്. ഇതൊക്കെ എന്ത്? ഓക്കെ, ഇനി ആരും ആ പ്രശ്നത്തിനെക്കുറിച്ച് ഓർത്ത് ആരും വേവലാതിപ്പെടണ്ട. എല്ലാവരും ഇനി സുഖമായി ഉറങ്ങിക്കോളൂ. വരുൺ, ഇന്ന് നീ ഇവിടെ കൂടിക്കോ? നോ, എനിക്ക് പോകണം. അപ്പോൾ ശരി, നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സഞ്ജന. സാറിൻ്റെ പോസ്റ്റ് ഞാൻ ഇന്നലെ കണ്ടിരുന്നു. സത്യത്തിൽ ഞാൻ ആ വീഡിയോ കണ്ട് ഞെട്ടിപ്പോയി. ഞാനും. അത് ഷൂട്ട് ചെയ്താരോ സാർ? നമ്മുടെ ഇവിടുത്തെ ക്രൂ മെമ്പേഴ്സിൽ ഒരാൾ തന്നെയാണ്. ഞാൻ അയാളെ പിരിച്ചു വിട്ടു. ആക്ച്വലി ഇവനൊക്കെ പോലീസിൽ ഏൽപ്പിക്കേണ്ട ചെയ്യേണ്ടിയിരുന്നത്. നമ്മുടെ ഡ്രാമയ്ക്കുള്ളിൽ ഇരുന്നിട്ട് നമുക്ക് തന്നെ പണിഞ്ഞില്ലേ? ബട്ട് അയാൾ ഷൂട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ.
ആ ഫൂട്ടേജ് അയാൾ അപ്പോൾ തന്നെ വേറൊരു പാപ്പരാസിക്ക് വിറ്റു. അയാളത് സ്പ്രെഡാക്കിയത്. ഓ സർ, ഷോട്ട് റെഡിയാണ്. ഓക്കെ സഞ്ജന, ഐ വിൽ റൈറ്റ് ബാക്ക്. ഓക്കെ സർ. അവൾ അവിടെ നിന്ന് നേരെ സെലീനയുടെ അടുത്തേക്കാണ് പോയത്. സാധാരണ ജെക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നയാൾ ഇന്ന് സെലീനയുടെ അടുത്താണ് വന്നിരുന്നത്. ഹായ് സെലീൻ. ഹായ്. സോറി, നമുക്കധികം സംസാരിക്കാനോ ഇടപഴകാനോ സാധിച്ചിട്ടില്ല ഇതുവരെയും. താനെപ്പോഴും ജെക്കയുടെ അടുത്തല്ലേ ചെല്ലാറ്? അതിനൊരു കള്ളച്ചിരി അവളിലുണ്ടായി. ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം ചോദിക്കാനാ. ഓ, അപ്പോഴും റീസൺ ഉള്ളത് കൊണ്ടാണ് വന്നതല്ലേ? നോ, ഞാൻ ആ വീഡിയോ കുറിച്ച് ചോദിക്കാനാണ് വന്നത്. ഏത് വീഡിയോ? അല്ല, ഇന്നലെ സ്പ്രെഡായില്ലേ? ഓ, അതിലെന്താ ചോദിക്കാനുള്ളത്? അല്ല, ആക്ച്വലി ആ വീഡിയോ കുറിച്ചും അല്ല. സാർ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നില്ലേ, ആ വീഡിയോ ഷൂട്ട് ചെയ്തതാണ്, അതിനിടയ്ക്ക് ഇത് ലീക്കായതാണെന്ന്. അത് നിങ്ങൾ എപ്പോഴാണ് ഷൂട്ട് ചെയ്തത്? ഐ മീൻ, ഞാനില്ലാത്ത സമയത്താണോ അതോ ഞാൻ വരുന്നതിന് മുന്നെയോ? സഞ്ജന അത് കണ്ടിട്ടില്ലെങ്കിൽ സഞ്ജന ഇല്ലാത്തപ്പോൾ ഷൂട്ട് ചെയ്തായിരിക്കും. ഓഹ്, താങ്ക് ഗോഡ്. എന്ത് പറ്റി? അല്ല, ഞാൻ ആ വീഡിയോ കണ്ട നേരം മുതൽ വല്ലാത്ത ടെൻഷനിലായിരുന്നു. സഞ്ജന എന്തിനാ ടെൻഷനാവുന്നേ? ഞാൻ കരുതി നിങ്ങൾ തമ്മിൽ ഡേറ്റിങ്ങിലായിരിക്കും. സോ യു നോ സെലിൻ, ആക്ച്വലി എനിക്ക് ജെക്കിനെ ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറയുമ്പോൾ എനിക്ക് ജെക്കയുടെ ഗേൾ ഫ്രണ്ട് ആകാൻ താല്പര്യമുണ്ട്. ഓ, ജെക്കെ പോലെ ഒരാളെ ബോയ് ഫ്രണ്ടായിട്ട് കിട്ടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ ഭാഗ്യമാണ്. ഓ റിയലി? ഓഫ് കോഴ്സ്. യു നോ, ഹീ ഈസ് ഓൾവേസ് ഹംബിൾ ആൻഡ് ജെന്യുവിൻ. ഇത്രയും വലിയൊരു ഡയറക്ടറിൻ്റെ മകനാണെന്നുള്ള യാതൊരു ഹെഡ് വെയ്റ്റും ഇല്ല. അങ്ങനെ ഒരാൾ ആരെങ്കിലും മിസ്സാക്കൂ? ആക്ച്വലി ഞാനും ജെക്കയും തമ്മിൽ മുമ്പൊരു മ്യൂസിക് വീഡിയോ ചെയ്തിരുന്നില്ലേ, അപ്പോഴും എനിക്ക് ഇത് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറയാനൊരു പേടിയായിരുന്നു. ഓ, അപ്പോൾ താൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല? നോ. വൈ? ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു പേടി. എന്തിന്? ജെക്കെ എന്നെ റിജക്റ്റ് ചെയ്യുമെന്ന്. ഐ ഡോണ്ട് നോ വൈ. ജെക്കെ എന്നോട് നോ പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. അതെന്താ? ഒരാളുടെ യെസ് പോലെ തന്നെ നോയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണ്ടേ? പക്ഷേ ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല. യെസ് എന്ന വാക്കിനേക്കാൾ പവറുണ്ട് NO എന്ന ആ 2 അക്ഷരങ്ങൾക്ക്. നമ്മൾ വലിയ ഇഷ്ടത്തോടെയും ആഗ്രഹത്തോടെയും പ്രതീക്ഷകളോടും കൂടി ഒരാളോട് നമ്മളുടെ മനസ്സുള്ളത് പറയുമ്പോൾ അയാൾ പെട്ടെന്ന് നോ പറഞ്ഞാൽ നമുക്കത് താങ്ങാൻ കഴിയില്ല. അതുമാത്രമല്ല, എൻ്റെ സ്വഭാവത്തിന് ജെക്കെ എങ്ങനെ എന്നെ റിജക്റ്റ് ചെയ്താൽ പിന്നെ ഞാൻ അയാളെ എന്നേക്കുമായി വെറുത്തു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ജെക്കയെ വെറുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഓക്കെ. പക്ഷേ സഞ്ജനയ്ക്ക് ചേരും തോന്നുന്നുണ്ടോ ജെക്കെ? വൈ? ഐ മീൻ, സഞ്ജനയ്ക്ക് മാത്രമല്ലല്ലോ, ജെക്കയ്ക്കും തോന്നണ്ടേ ഇഷ്ടം? തോന്നണം, തീർച്ചയായിട്ടും തോന്നണം. പക്ഷേ അത് തോന്നില്ലയോ എന്ന് തന്നെയാണ് എൻ്റെയും പേടി. ഓ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? എനിക്കതിനുള്ള ഫ്രീഡം ഉണ്ടോ എന്നറിയില്ല, എന്നാലും സഞ്ജന ഇത്രയും പറഞ്ഞതുകൊണ്ട് എനിക്ക് ചോദിക്കണമെന്ന് തോന്നി. എന്താ, ധൈര്യമായിട്ട് ചോദിച്ചോ? ഇനി ഒരു പക്ഷേ അയാൾക്ക് മറ്റാരെങ്കിലും ഇഷ്ടമാണെങ്കിലോ? അങ്ങനെയൊന്നും ഉണ്ടാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.